ഒരു പാട്ട് അല്ലെ, ഒരു പാട്ട് ഒരു ബസ്സിലിരുന്ന് പാടുന്നു, ആ പാട്ട് വൈറലാവുന്നു, ലൈഫ് മാറുന്നു. അപ്പൊ ആ പാട്ടിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം, എന്നിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാടി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. സൂപ്പർ. എന്ത് പറയണ്ടേ, എനിക്ക് ആ സൗണ്ടേ ഒരു രക്ഷയില്ല. എത്രാമത്തെ വയസ്സ് തൊട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങി? പഠിക്കാൻ തുടങ്ങിയത് കുഞ്ഞുനാളിലേ ഉണ്ട്. ഒരു 3-3.5 വയസ്സായപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പാടുന്നതായിട്ട്, അത് എവിടെയെങ്കിലും കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് പാട്ട് പാടുന്നതായിട്ട് അമ്മയുടെ ഒരു ശ്രദ്ധയിൽ പെട്ടെന്ന് അമ്മ ഇങ്ങനെ പറയുന്നൊരു ഓർമ്മ. അങ്ങനെ അമ്മയ്ക്ക് തോന്നിയിട്ട് അമ്മ കൈതപ്രം വിശ്വനാഥ് സാറ് പയ്യന്നൂർ, ഞങ്ങൾ കുഞ്ഞുനാളിലൊക്കെ അവിടെ ആയിരുന്നു, ഒരു 5th 6th വരെയൊക്കെ കണ്ണൂരായിരുന്നു. കണ്ണൂരാണ് പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രുതിലയ, അവിടെയാണ് എന്നെ കൊണ്ട് ചേർത്തത്. അപ്പോൾ സാറിൻ്റെ ശിക്ഷണത്തിൽ ഒരു 6ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റി. അതെൻ്റെ അത്രേ പഠിച്ചിട്ടുള്ളൂ ശാസ്ത്രീയ സംഗീതം, സത്യം. അപ്പോൾ അതിൽ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പിന്നെ ട്രിവാൻഡ്രത്ത് അമ്മയുടെ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് സെറ്റിലായി. പിന്നെ ഇവിടെ ഞങ്ങൾ യൂത്ത് ഹോസ്റ്റൽ റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ ആ ഒരു ഈവൻറ്റ് മാത്രമായിട്ട് പോയി പഠിക്കും. പാട്ടായാലും ഡാൻസ് ആയാലും, കൂടുതലും ഞാൻ ഡാൻസ് ആണ്, പാട്ടിന്റെ മേഖലയിലോട്ട്. കലാതിലകമായിരുന്നു കേട്ടോ അല്ലേ, യൂത്ത് ഫെസ്റ്റിവല്ലേ? കുച്ചിപ്പുടി ഏതൊക്കെ ഐറ്റംസ്? കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ്, ഓട്ടംതുള്ളൽ. അടിപൊളി. അപ്പോൾ ഒരു ഓൾ റൗണ്ടർ, ഇത്രയും അധികം കലയെ സ്നേഹിക്കുന്ന ഒരു, യൂഷ്വലി നമ്മൾ കാണാറുള്ളത് ഇപ്പോൾ ഒരു ഡാൻസറൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ അവർ പിന്നെ അത് തന്നെ പ്രൊഫഷനായിട്ട് അങ്ങ് എടുക്കും. എങ്ങനെയാണ് ഈ ഒരു പോലീസ് ആയി മാറിയത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരാൾ പഠിക്കുന്ന പറയുമ്പം ഒന്നിനെ പറ്റിയും വലിയ ആധികാരികമായിട്ട് പഠിക്കുന്നില്ല എന്നാ യഥാർത്ഥത്തിലുള്ള കാര്യം. കാരണം നമ്മൾ യൂത്ത് ഹോസ്റ്റലിന് വേണ്ടി പഠിക്കുന്നതാണെങ്കിൽ നമ്മൾ ആ ഐറ്റേ പഠിക്കുന്നുള്ളൂ. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഭരതനാട്യം പഠിക്കുകയാണെങ്കിൽ അത് മാത്രം തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് വർഷങ്ങളോളം പഠിക്കണം. അതുപോലെയാണ് ഓരോ ഐറ്റവും. അപ്പം നമ്മൾ യൂത്ത് ഹോസ്റ്റലിന് പഠിക്കുമ്പോൾ നമുക്ക് അത്രേ അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവുള്ളൂ. അപ്പം അതൊരു ജോലിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് അത് എനിക്ക് അത്ര ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഏത് പ്രൊഫഷൻ ആയാലും ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും കൂടെ കൊണ്ടുപോകാൻ പറ്റണേ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ദൈവം സഹായിച്ച് ഇതുവരെ അത് പറ്റുന്നുണ്ടായിരുന്നു. അതെ, ഇപ്പൊ പറ്റിയത് മാത്രമല്ല ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് അല്ലേ? അതൊരു ഭാഗ്യം. അത് ഞാൻ അന്ന് പാടുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ആരുടെയൊക്കെയോ ഭാഗ്യത്തിൽ അതങ്ങ് വൈറലായി പോയതാണ്. അടിപൊളി. അപ്പൊ ഇനി ഇങ്ങനെ പാട്ടുകൾ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ പാട്ടൊക്കെ കേട്ടിട്ട്? പാട്ട് കേട്ടിട്ട് ഓഫീസിൽ നിന്നൊക്കെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, സഹപ്രവർത്തകർ. പിന്നെ അല്ലാതെ പാട്ടിൻ്റെതായിട്ടുള്ള മേലുദ്യോഗസ്ഥരൊക്കെ വിളിച്ചിട്ട് അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ പാട്ടിൻ്റെ ലോകത്തുള്ള ഉണ്ണിമേനോൻ സാറും സിത്താര മേഡം ഒക്കെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടപ്പോൾ വലിയ സന്തോഷം. കാരണം ഞാൻ അത്ര വലിയ ഗായികയൊന്നും അല്ല. അപ്പൊ അവരെന്റെ പാട്ടൊക്കെ കേട്ടിട്ട് ഷെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞു. കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഷെയർ ചെയ്ത് പോവും അത്തരത്തില്. അതുപോലെ നമ്മൾ നോക്കുമ്പോ എന്താ ഒരു വളരെ സുന്ദരിയായ ഒരു വനിതാ പോലീസ്, അപ്പൊ എന്തായാലും ഷെയർ ചെയ്യും. അതെനിക്ക് തോന്നുന്നു യൂണിഫോമിൽ പാടിയതുകൊണ്ടാവണം, അല്ലാതെ ബാക്കിയുള്ള ഇതൊന്നും എനിക്ക് അതിനകത്ത് വലിയ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഭയങ്കര രസമായിരുന്നു കാണാൻ, ഭയങ്കര ഒരു, അതുപോലെ ശബ്ദം പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു. എന്താ പറയാ, ടച്ച് വുഡ്.